പ്രശസ്തയായിട്ടുള്ള ഡയറക്ടർ സുധാ കോങ്ക്ര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് വളരെ പ്രസക്തമായിട്ട് ഓർക്കുന്നു. കാരണം പണ്ട് അവരുടെ ചെറുപ്പത്തിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കമൽ ഹാസൻ്റെ സിനിമകളായിരുന്നു കൂടുതലും കാണിച്ചിരുന്നത്. കാരണം അതൊരു ക്ലാസ് ഉള്ള സിനിമകളായിരുന്നു. രജനീകാന്തിൻ്റെ സിനിമകൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകില്ല. ചാരുഹാസൻ പറയുന്നത് അത് കേരളമായതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് സ്കൂളിൽ പോയ വിദ്യാഭ്യാസമുണ്ടെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ആ സമയത്ത് ഏകദേശം 10,000 സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഒരാളെ ബഫൂൺ എന്ന് വിളിച്ചു, വിവരമില്ലാത്തവനെന്ന് വിളിച്ചു. സ്വാഭാവികമായിട്ടും തെലുഗു പ്രൈഡ്, തമിഴ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പോലെ ആ തെലുഗു പ്രൈഡ് ഹേർട്ടായപ്പോൾ NT രാമറാവുക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. എന്നാൽ പിന്നെ തെലുഗു ദേശം പാർട്ടി. ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു. വിജയുടെ വലിയ സക്സസ്, വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് തമിഴക വെട്രിക്കഴകം വിജയ് മന്ത്രിസഭ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ വിജയ് ചീഫ് മിനിസ്റ്റർ ആകുമോ എന്നുള്ള ചോദ്യമൊക്കെ വരുമ്പോഴും വലിയൊരു ലാർജർ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സിനിമാക്കാർ പൊളിറ്റിക്സിൽ വരുന്നത് ശരിയാണോ? അല്ലെങ്കിൽ പലയിടത്തുനിന്നും ആക്ഷേപം വരുന്നുണ്ട്, സിനിമാക്കാർക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ ഇവർക്ക് സിനിമയല്ലേ അറിയുന്നതെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മറുപക്ഷത്ത് ഈ രീതി ചിന്തിക്കുന്ന വേറെ ആൾക്കാരും ഉണ്ട്. നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങളുടെ പൾസ് അറിയുന്നവനാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും സിനിമാക്കാർക്കും ജനങ്ങളുടെ പൾസ് കൃത്യമായി അറിയാമല്ലോ. അത് സിനിമയുടെ ലെവലിലായിരിക്കും. ജനം എവിടെ കൈയടിക്കും, എവിടെ കരയുമെന്നറിയുന്ന ഒരു പൾസ് ഇവർക്കും അറിയാം. അപ്പോൾ ഇവർ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഒരു അനാലിസിസിലൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. വിജയ് ആദ്യമായിട്ടല്ല ഒരു സിനിമാക്കാരൻ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. നമുക്കിതിനു മുന്നേ NT രാമറാവു, MGR തുടങ്ങി ഒരുപാട് വലിയ പേരുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കാലത്ത് എങ്ങനെയായിരുന്നു ഇത് നടന്നിരുന്നത്, ഇവരെങ്ങനെയായിരുന്നു ഇലക്ഷനെ ആ സമയത്ത് കണ്ടിരുന്നത്? അത് വളരെ രസകരമായൊരു ചരിത്രം തന്നെയാണ്. നമുക്കതൊന്ന് ഓരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പിന്നെ സിനിമാക്കാർ ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന ഒരുപാട് സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും അതുപോലെ തന്നെ മന്ത്രിയാവുന്നതും മന്ത്രിസഭ ഉണ്ടാക്കുന്നതും രണ്ടാണ്. ഇപ്പോൾ അമിതാഭ് ബച്ചൻ, ജയ ബച്ചൻ, ജയപ്രദ, ഹേമ മാലിനി, കിരൺ ഖേർ, വിനോദ് ഖന്ന, ഗോവിന്ദ, ഇപ്പോൾ കങ്കന, സണ്ണി ഡിയോൾ, ഇവരെല്ലാം ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങളാണ്. ഇവരെല്ലാം പല കോണ്ടെക്സ്റ്റിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി MP ആയിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ഇൻഡിവിജ്വലി സിംഗിൾ ഹാൻഡഡ്ലി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വലിയൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ പറഞ്ഞ പേരുകളെല്ലാം നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഹിന്ദി സിനിമയിൽ കൂടുതൽ പോപ്പുലറായി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം പൊളിറ്റിക്സിൽ വരുമ്പോൾ കൂടുതലും ഇവരുടെ ക്രൗഡ് പുള്ളിങ്, ഇവരുടെ ആരാധകർ, ഇവരുടെ ഹീറോ ഇമേജൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ കൂടുതൽ ഇംപ്രസ്ഡ് ആവുന്നത്. പക്ഷേ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഹീറോ ഇമേജും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അതവർ മാസ് സ്കെയിലിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ സിനിമാക്കാർ ആദ്യമായിട്ട് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ 1952 കപൂർ ഫാമിലി, ദ ലെജൻഡറി ഋഷി കപൂർ ഫാമിലിയിൽ ഏറ്റവും അന്നത്തെ ദ പയനിയർ എന്ന് പറയുന്ന പൃഥ്വിരാജ് കപൂർ 1952 പാർലമെൻറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്താണ്. ഏകദേശം 8 വർഷത്തോളം പല രീതിയിൽ പാർലമെൻറ്റിൽ അസോസിയേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും സിനിമയോടുള്ള ഇതൊക്കെ കാരണമാണ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ 1967 കൊങ്കറ ജഗ്ഗയ്യ എന്ന് പറയുന്ന ഒരു ആന്ധ്രയിലുള്ള ഒരാൾ 1967 ആദ്യമായിട്ടൊരു ഫിലിം സ്റ്റാറിനെ ഒഫീഷ്യലി എലക്ട് ചെയ്തു. ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ എലക്ട് ചെയ്തെടുത്ത ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ സിനിമയുടെ ചരിത്രം, എലക്ഷൻ ഇവിടെയാണെങ്കിലും പൃഥ്വിരാജ് കപൂർ തൊട്ട് സിനിമാക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ എന്താണ് ഇത്ര സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം? വിജയ് സക്സസ്ഫുൾ ആവുന്നു, MGR, NTR, ചിരഞ്ജീവി, ഇത്രയും ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്വീകാര്യത അവിടെ ഇല്ല. പക്ഷേ ഇവിടെ അതിന് ഒരുപാട് ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സിനിമ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു നായകനെ കാണുമ്പോൾ ഒരു താരാരാധന ഉറപ്പായിട്ടും അത് വളരെ കോമൺ ആൻഡ് നോർമലുമാണ്. പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ സിനിമയെക്കുറിച്ച് ഇപ്പോൾ വിജയുടെ കാര്യം പറയുമ്പോൾ പോലും ഇതിനു മുന്നേ ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 1960-കൾ 70-കളിലെ കാലഘട്ടം, അന്നത്തെ ഓരോ സംസ്ഥാനം, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ കാര്യം പറയുന്ന സമയത്തൊക്കെ കർണാടക, ആന്ധ്ര, തമിഴ്നാട് പ്രത്യേകിച്ചിട്ടും കേരളം വളരെ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം കൂടാണ്. ഈ കാലഘട്ടത്തിൻ്റെ സൊസൈറ്റിയുടെ ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോ കൾച്ചറും വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയത്തില്ല, ഇപ്പോൾ നമ്മൾ എല്ലാവരും പൊതുവേ പറയുന്നതാണ്, ഇപ്പോൾ മമ്മൂട്ടിനെ മോഹൻലാലിനെ പോലും സിനിമയിൽ കേരളത്തിൽ ഇലക്ഷൻ എടുത്താൽ ചിലപ്പോൾ ജയിക്കില്ല.
കാരണം ഇവിടുത്തെ ആൾക്കാർ, കേരളത്തിലെ ആൾക്കാർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, ഐഡിയോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് അന്നും ഇന്നും എന്നും. അത് പ്രേം നസീറിൻ്റെ കാര്യം നമ്മൾ ഉറപ്പായിട്ടും ഒന്ന് ചർച്ചയും ചെയ്യും. പക്ഷേ മറ്റ് സ്പേസസിലെല്ലാം ഇവിടുത്തെ സൊസൈറ്റിയുടെ റിയാലിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ട് സിനിമകൾ വന്നപ്പോൾ മറ്റ് ബോളിവുഡിലെ സിനിമകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ സിനിമകളെല്ലാം സാധാരണക്കാരൻ്റെ വിജയങ്ങൾ ആഘോഷിച്ച സിനിമകളായിരുന്നു. അതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ നോക്കേണ്ടത്. ഇപ്പോൾ ആദ്യകാലത്ത് അന്നാദുരൈ ആണെങ്കിലും കരുണാനിധി ആണെങ്കിലും ഇവർ എഴുതിയിരുന്ന വരികൾ, സ്ക്രിപ്റ്റുകളെല്ലാം സാധാരണക്കാരൻ്റെ ഡോമിനൻസ് ആണ്. MGR ആണെങ്കിലും പ്രശസ്തയായിട്ടുള്ള ഡയറക്ടർ സുധാ കോങ്ക്ര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് വളരെ പ്രസക്തമായിട്ട് ഓർക്കുന്നു. കാരണം പണ്ട് അവരുടെ ചെറുപ്പത്തിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കമൽ ഹാസൻ്റെ സിനിമകളായിരുന്നു കൂടുതലും കാണിച്ചിരുന്നത്. കാരണം അതൊരു ക്ലാസ് ഉള്ള സിനിമകളായിരുന്നു. രജനീകാന്തിൻ്റെ സിനിമകൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകില്ല. കാരണം അതെല്ലാം ഫാക്ടറി തൊഴിലാളി അവിടെ പ്രശ്നം ഉണ്ടാക്കി, സാധാരണക്കാരൻ വലുതായി വളർന്നു ജോലിക്കാരനായി മുതലാളിയാകുന്നു. ഇത്തരത്തിലുള്ള സാധാരണക്കാരാണ്. നമ്മൾ സിനിമയിൽ പലപ്പോഴും പറയാറുണ്ട് അണ്ടർ ഡോഗ്സ്. എല്ലാവർക്കും ഇഷ്ടമാണ് കാണാൻ ഒരു തരത്തിൽ സാധാരണക്കാരനായൊരു വ്യക്തി പണക്കാരനാവുന്നതോ അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങളിലേക്ക് എത്തുന്നതോ എവിടെയോ സാധാരണ കാണുന്ന ഒരാൾക്ക് തൻ്റേതായിട്ടുള്ള ഒരു വളർച്ചയെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരുന്നു ആ കാലത്ത്. സോ ഇതിന്നുണ്ടാവുന്ന ഹീറോ വർഷിപ്പിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് തന്നെയാണ് പ്രധാനമായിട്ടും താരം നമ്മൾ ഇഷ്ടപ്പെടുന്നു, താരത്തിന് ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ മാസ് ഫോളോയിങ് വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ അടുപ്പം തോന്നിയിരുന്നു. ഈ സൊസൈറ്റി ഇത് അവിടുത്തെ ആദ്യകാലത്തെ 60കളിലെയും 70കളിലെയും തമിഴ്നാട്ടിലെ സൊസൈറ്റീനെ വലിയധികം രീതിയിലും ആന്ധ്രയിലൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാൻ ക്ലബ്ബുകൾ, നമ്മൾ ഇലക്ഷന് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പറയുന്നു, കാസ്റ്റ് ബേസ്ഡ്, ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടിടുന്നു, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരെല്ലാം ഇന്ന ആൾക്കാർ വോട്ടിടുന്ന ഉറപ്പുണ്ടെന്ന് പറയുന്ന പോലെ സൗത്ത് ഇന്ത്യയിൽ വോട്ടർ ബേസ് ഫാൻ ക്ലബ്ബുകൾ. ഇവരുടെ ഫാൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൈയടിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോയിൽ പാലൊഴിക്കുന്നത് മാത്രമല്ല, ഇവരെല്ലാം ഈ ഹീറോ വർഷിപ്പ് കണ്ട് നമ്മളിൽ ഒരാളാണ്, ഇവർ എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ സിനിമയെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കും, രാഷ്ട്രീയക്കാരെക്കാട്ടും ഞങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റബിളും വിശ്വാസവും ഇവരാണെന്ന് പറയുന്ന ഒരു പ്രതീതി ഇവർക്ക് ആദ്യകാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ വർക്കൗട്ട് ചെയ്തത് ദ്രാവിഡിയൻ ഐഡിയോളജി. എല്ലാ പാർട്ടി, ഇപ്പോൾ DMK, IADMK എല്ലാവരും, ADMK എല്ലാവരും ചെയ്യുന്ന ഒരു ദ്രാവിഡിയൻ ഐഡിയോളജി പുഷ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് എല്ലാം ദ്രാവിഡിയന്മാരാണെന്നും, പിന്നെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1900 തുടക്കത്തിൽ തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ജസ്റ്റിസ് പാർട്ടി, അതേപോലെ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, EV രാമസ്വാമി, പെരിയാറിൻ്റെയൊക്കെ മൂവ്മെൻറ്റുകളുണ്ട്. ദ്രാവിഡൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ വളർച്ച, ബ്രാഹ്മണിസത്തിനെതിരെ, കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ, അനീതിക്കെതിരെ, ഒപ്രഷനെതിരെ. പെരിയാറിൻ്റെയൊക്കെ ഇത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പറയുന്നുണ്ട്, മതത്തിലും റിലീജനൊന്നും കാര്യമില്ല, റാഷണൽ തിങ്കിങ് വേണം, മതങ്ങളെല്ലാം ഇനീക്വാലിറ്റിയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, റാഷണലായിട്ട് ചിന്തിക്കൂ. ജസ്റ്റിസ് പാർട്ടി സാധാരണക്കാർക്ക്, ബ്രാഹ്മിൻസ് എല്ലാം വലിയ പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്തിരുന്ന ലെജിസ്ലേച്ചറിലും എഡ്യൂക്കേഷനിലും സാധാരണക്കാർ വരട്ടെ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നു സൗത്ത് ഇന്ത്യയിൽ ആ സമയത്ത്, തമിഴ്നാട്ടിലും. അപ്പോൾ ഈ ദ്രാവിഡൻ ഐഡിയോളജി പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിപ്ലവം പോലെ തന്നെ സാധാരണക്കാരൻ്റെ എംപവർമെൻറ്റ് എന്ന് വിശ്വസിക്കുമ്പോൾ ആ സൊസൈറ്റിനെ പെട്ടെന്ന് ഇവർക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചു. ഇത് തന്നെയാണ് ഇവരുടെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ ഇവർ ആ ഹീറോ ഇമേജ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്രയും സക്സസ്ഫുൾ ആയത്. അതിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയ് അതിൽ അവസാനം എത്തി നിൽക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഫാൻ ഇമേജ് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് MGRൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ MGRൻ്റെ ഒരു അനാലിസിസും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ശരിക്കും മലയാളി റൂട്ട്സ് ഉള്ള ഒരാൾ തന്നെയാണ് മരുതൂർ ഗോപാല രാമചന്ദ്ര MGR എന്ന് വിളിക്കുന്നത്. അപ്പോൾ MGRൻ്റെ തുടക്കവും ഭയങ്കര തന്നെ കോൺഗ്രസ് അനുഭാവികളായിരുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കോൺഗ്രസ് വിട്ടവരാണ്. അത് ലെഫ്റ്റ് മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഈവൻ തുടക്കത്തിൽ എല്ലാ ആൾക്കാരും കോൺഗ്രസിൻ്റെ ഗാന്ധിയൻ സപ്പോർട്ടേഴ്സ് ആയിരുന്നു 1930 കാലഘട്ടത്തിൽ. പിന്നെ പതുക്കെ ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം പലരും ലെഫ്റ്റിസ്റ്റും പല രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി MGRും ഇതിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. പിന്നീട് സിനിമകളിൽ വന്നതിന് ശേഷം ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്ന പോലെ അന്നത്തെ പ്രധാനപ്പെട്ട MGRൻ്റെ വലിയൊരു മെൻറ്ററായിരുന്നു അന്നാദുരൈ എന്ന് പറയുന്ന പ്ലസ് ഫ്രണ്ടായിരുന്ന കരുണാനിധി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരുപാട് സിനിമകളുണ്ടാക്കി. കോൺഗ്രസ് എന്ന് MGRനെ ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നു. MGRന് ഒരു ദ്രാവിഡ മൂവ്മെൻറ്റ്, സെൽഫ് റെസ്പെക്റ്റ്, തമിഴ് ഐഡൻറ്റിറ്റി, ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. DMKക്ക് വേണ്ടി വലിയ കാലം MGR മുന്നിട്ട് നിന്നു. MGRൻ്റെ ഹീറോ ഇമേജ് തന്നെയാണ് DMKയുടെ ആദ്യകാലത്തെ സക്സസ് എന്ന് പറയുന്നത്. പിന്നീട്
1960 70 സമയത്ത് പതുക്കെ MGR കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് തുടങ്ങി DMKയുടെ സമയത്ത്. ആ എക്സ്പെക്ടേഷൻ്റെ വലിയൊരു ഹൈറ്റ്സ് തന്നെയാണ് MGR ഒരു ക്യാബിനറ്റ് പൊസിഷൻ ചോദിച്ചു. സ്വാഭാവികമായിട്ടും DMKയിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ആക്റ്റീവായിട്ട് ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആരും പൊളിറ്റിക്സിലേക്ക് വരേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും MGRന് അത് ഇഷ്ടപ്പെട്ടില്ല. MGRൻ്റെ ഇമേജ് ഹീറോ വർഷിപ്പാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ MGR കൊണ്ടുവന്നു തുടങ്ങി. പാർട്ടിക്കകത്തുള്ള അഴിമതി, കറപ്ഷനൊക്കെ പുറത്ത് കൊണ്ടുവന്നു. പാരലൽ മൂവ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. MGRനെ DMK സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ്റെ ഇടയ്ക്കാണ് പുതിയൊരു പാർട്ടി കൊണ്ടുവന്നത്, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ മെൻറ്റർ ആയതുകൊണ്ട് തന്നെ അതിന് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പേരിട്ടു. 2 ഗ്രൂപ്പായി സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യമുണ്ട്, സിനിമാക്കാർക്കൊക്കെ ഭരിക്കാൻ അറിയുമോ എന്ന് ക്രിട്ടിക്കുകൾ ചോദിക്കാറുണ്ട്. അതിനൊക്കെ വലിയ ഉത്തരവ്, കാരണം എപ്പോഴും പറയുന്നുണ്ട് സിനിമാക്കാർക്ക് സിനിമയുടെ പൾസ് അറിയാം, പക്ഷേ ഒരു പോളിസിയോ ഒരു ഗവർണൻസ് മോഡലോ എങ്ങനെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ അത്രയൊക്കെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ MGRൻ്റെ സക്സസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഓർക്കുന്നത് കാമരാജ് തുടങ്ങി വെച്ച്, കാമരാജിൻ്റെ സമയത്ത് പോപ്പുലറൈസ് ആയിരുന്ന ഉച്ചയ്ക്ക് മിഡ് ഡേ മീൽ സ്കീം. സ്കൂളുകളിൽ കുട്ടികളുടെ എൻറോൾമെൻറ്റ് കുറവാണ്, എന്നാൽ സ്കൂളിൽ നല്ല MGRൻ്റെ സമയത്താണ് നല്ല ചൂട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നു, എൻറോൾമെൻറ്റ് റേഷ്യോ കൂട്ടി, പെൺകുട്ടികൾ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടി, ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ബസ്സസ്, അവർക്ക് വേണ്ടിയുള്ള റിസർവേഷൻ, ഒരുപാട് കാര്യങ്ങളിൽ MGR മുന്നിട്ട് നിന്നു. നാഷണൽ ലെവൽ ഒരു ഐക്കണായി മാറി MGR. MGRനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വിജയം നേടിയ ഒരാളാണ് NT രാമറാവു. ആന്ധ്രയിലെ അവസ്ഥ തമിഴ്നാടിനെക്കാട്ടും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരുന്നു. MGR അവിടെ സാധാരണക്കാരൻ്റെ ഇമേജ് പിടിച്ചു പറ്റിയപ്പോൾ NTR ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഡിവൈൻ ഫീലിംഗ്, ഒരു ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് നേടിയെടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ രാമനായിട്ടും ശിവനായിട്ടും കൃഷ്ണനായിട്ടും വെങ്കടേശ്വരനായിട്ടൊക്കെ മിക്കവാറും അഭിനയിച്ച ആൾക്കാർക്കെല്ലാം ഒരു ഭക്തി ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. ആന്ധ്രയുടെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിച്ച് ഒരു തരത്തിൽ ഇവർക്ക് മടുത്തതിന് ശേഷമാണ് NT രാമറാവ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. ഒരു കോൺഗ്രസിൻ്റെ ഒരു ബദൽ എന്ന രീതിയിൽ ഇവർ കൊണ്ടുവന്നു. NT രാമറാവുക്ക് പ്രധാനപ്പെട്ട വേറൊരു സംഭവം കൂടെ അന്ന് നടന്നിരുന്നു. കാരണം രാജീവ് ഗാന്ധി അന്ന് വന്ന സമയത്ത് 1982 അവിടെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന CM ആയിരുന്ന അഞ്ജയ്യ എന്ന് പറയുന്ന ഒരാൾ രാജീവ് ഗാന്ധിനെ വെൽക്കം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് എയർപോർട്ടിലൊക്കെ വലിയ സജ്ജീകരണങ്ങൾ ചെയ്തു. രാജീവ് ഗാന്ധി അവിടെ വന്നിറങ്ങി, ഒരു പൈലറ്റും കൂടെ രാജീവ് ഗാന്ധി വന്നിറങ്ങിയപ്പോൾ ടാർമാക്കിലെല്ലാം വലിയ ആൾക്കാരും ബഹളവും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് ദിവസം മുന്നേ രാജീവ് ഗാന്ധിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്തരം പരിപാടികളെല്ലാം ലാവിഷായിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവ് ഗാന്ധി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഒരാളെ ബഫൂൺ എന്ന് വിളിച്ചു, വിവരമില്ലാത്തവനെന്ന് വിളിച്ചു. സ്വാഭാവികമായിട്ടും തെലുഗു പ്രൈഡ്, തമിഴ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പോലെ ആ തെലുഗു പ്രൈഡ് ഹേർട്ടായപ്പോൾ NT രാമറാവുക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. എന്നാൽ പിന്നെ തെലുഗു ദേശം പാർട്ടി വളരെ ഫേമസ് ആയിട്ട് ഇന്നും TDP എന്ന് പറയുന്ന ആന്ധ്രയുടെ പാർട്ടി ഇദ്ദേഹം കൊണ്ടുവന്നു. ഒരു പാർട്ടി ഓഫീസും ഒന്നുമില്ല, 0 ആയിരുന്നു, ഒന്നും ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. താഴേക്കിടയിൽ നിന്ന് സ്ലോലി 75,000 കിലോമീറ്റർ ആന്ധ്ര പല സ്ഥലത്തു കൂടെയും ഇദ്ദേഹം പോയി. ചൈതന്യ രഥം എന്ന് പറയുന്ന രീതിയിൽ ഒരു വലിയ ഷെവർലെ കാറിൽ എല്ലാ ആൾക്കാരെയും കണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവികമായിട്ടുള്ള ഒരു ഇമേജ് കൊണ്ടുവന്ന് ഇലക്ഷനിലും അത് സക്സസ്ഫുൾ ആക്കി. MGRനെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മിഡ് ഡേ മീൽ സ്കീമും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ പെൻഷൻ, ഫാമിലി പെൻഷൻ, ഒത്തിരി കാര്യങ്ങൾ NT രാമറാവും കൊണ്ടുവന്നു. ആൾക്കാരുടെ ഇടയിൽ ആ സ്വീകാര്യത NT രാമറാവിനും കിട്ടി. സിനിമയിൽ നിന്നുള്ള അതേ സ്വീകാര്യത തന്നെ അവിടെ ഒന്നും അത് തെറ്റിയില്ല. അവർ സിനിമയിൽ കണ്ട ഹീറോ, ആ ഹീറോയിസം നിലനിർത്തുന്നതാണ് ഇവരെല്ലാം കണ്ടത്. പിന്നീട് തമിഴ്നാട്ടിൽ നമ്മൾ ജയലളിതയുടെ വരവ് കണ്ടു. ജയലളിത പിന്നീട് അമ്മ എന്ന് പറയുന്ന രീതിയിൽ സ്വയം ബ്രാൻഡ് ചെയ്ത് ഗവർണൻസിൽ വലിയ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു. അമ്മ എന്ന് പറയുന്നത് ഹയസ്റ്റ് പൊസിഷൻ എന്ന രീതിയിൽ ഇവർ കൊണ്ടുവച്ചു. പ്രധാനപ്പെട്ട ഒരുപാട് ഗവർണൻസ് ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാന സമയത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, അമ്മ ക്യാൻറ്റീൻ, സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും മിക്സി, ഗ്രൈൻഡർ, TV, ഫ്രിഡ്ജ്, എല്ലാ കാര്യങ്ങളും, അങ്ങനെ ഒരു വെൽഫെയർ ആക്ടിവിറ്റീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് കോൺട്രവേഴ്സികളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്രയും ആൾക്കാർ, ആന്ധ്രയിലെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ വിജയകാന്ത്, ദ ഫേമസ് ആക്ടർ വിജയകാന്ത്, ക്യാപ്റ്റൻ വിജയകാന്ത് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം DMDK എന്ന് പറഞ്ഞൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്തു. ഇനിഷ്യലി കുറച്ച് സീറ്റുകൾ എടുത്തു. 2011 ആയി കഴിഞ്ഞപ്പോൾ DMKയോ അല്ലെങ്കിൽ AIDMK അല്ലാത്ത ഒരു ഒപ്പോസിഷൻ പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ വിജയകാന്തിനും ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ DMDKയ്ക്കും സാധിച്ചു. ആന്ധ്രാപ്രദേശിലും അവിടുത്തെ മെഗാസ്റ്റാർസും സൂപ്പർ സ്റ്റാർസും ആയിട്ടുള്ള ആൾക്കാരും NTRന് ശേഷം ഒരുപാട് പാർട്ടി തുടങ്ങി നോക്കി. പ്രധാനമായിട്ടും JSP, പവർ സ്റ്റാർ പവൻ കല്യാൺ,
ജനസേന പാർട്ടി തുടങ്ങി, അതേപോലെ മെഗാസ്റ്റാർ ചിരഞ്ജീവി, പ്രജാരാജ്യം പാർട്ടി, ഇവരെല്ലാം തുടങ്ങുമ്പോൾ ഇവരുടെ ഫാൻസിൻ്റെ സപ്പോർട്ട് ഇവർക്ക് വോട്ടിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പല രീതിയിലും വിചാരിച്ച ഹൈപ്പിനനുസരിച്ചിട്ടൊന്നും ഇവർക്ക് ഉയരാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയും കുറേ പാർട്ടികളുണ്ടായിരുന്നു. ഈവൻ ശരത് കുമാറിന് പോലും പാർട്ടി ഉണ്ടായിരുന്നു. കമൽ ഹാസൻ്റെ പാർട്ടി മക്കൾ നീതി മയ്യം ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് രജനീകാന്ത് വേറെ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു, രജനി മക്കൾ മണ്ഡലം. പക്ഷേ തീരുമാനിച്ചു, പക്ഷേ പിന്നീട് അത് മുന്നോട്ട് പോയില്ല. എന്തിന് ശിവാജി ഗണേശൻ പോലും MGRൻ്റെ സക്സസ് ഉണ്ട്. 1988 തമിഴക മുന്നേറ്റ മുന്നണി എന്ന് പറഞ്ഞ് TMM എന്നൊരു പാർട്ടി തുടങ്ങി. പക്ഷേ അതും പിന്നീട് മേർജ് ചെയ്തു. വേണ്ടത്ര ഹൈപ്പ് ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സിനിമാക്കാർക്കെല്ലാം തോന്നുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി കളയാം, എന്നിട്ട് ജനങ്ങളത് വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയം ട്രൈ ചെയ്തിട്ടുള്ളവരാണ്. സൗത്ത് ഇന്ത്യൻ സക്സസ് കണ്ടു കഴിഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ ആശയങ്ങളൊന്നും ഇല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. MP MLA ഒക്കെ ആവുന്നല്ലാതെ ദേവാനന്ദ്, ദ ലെജൻഡറി ഹിന്ദി ആക്ടർ ദേവാനന്ദ് NPI ക്രിയേറ്റ് ചെയ്തു, നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യ. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ദേവാനന്ദ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ആ കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്ന സംഭവം തന്നെയാണ്. സിനിമകൾ പോലും വളരെ പെർമിഷനിലും നല്ല കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ സിനിമ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ആൻഡ് ദേവാനന്ദ് നോക്കിയപ്പോൾ ഈവൻ സെലിബ്രിറ്റീസ് പോലും, സിനിമ താരങ്ങൾ പോലും അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നില്ല, അനീതിക്കെതിരെ സംസാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ദേവാനന്ദ് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. എമർജൻസി അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി. കുറേ റൈറ്റേഴ്സ്, ഇൻ്റലക്ച്വൽ ആൾക്കാർ, ശത്രുഘ്ൻ സിൻഹ, പ്രാൺ, കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് വലിയൊരു പാർട്ടി ഉണ്ടാക്കി. ഫോർമൽ പാർട്ടി സ്ട്രക്ചറിൽ വിശ്വസിച്ചില്ല, വലിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. കാസ്റ്റ് ഇക്വേഷൻസിൽ വിശ്വാസമില്ല, ബൂത്ത് പൊളിറ്റിക്സിൽ വിശ്വാസമില്ല. ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പാർട്ടി എന്ന രീതിയിൽ ദേവാനന്ദ് ഇത് വിഷ്വലൈസ് ചെയ്തു. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാനന്ദിൻ്റെ ഓറ, ഹീറോ വർഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഫാൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഫാക്ടർ. ഹീറോ ഇമേജ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. താഴേക്കിടയിൽ അവരുടെ ആരാധകർക്കും ബാക്കിയുള്ള ജനങ്ങൾക്കും അവരോടൊരു വിശ്വാസം തോന്നിയില്ല. ദേവാനന്ദ് എത്ര വലിയ സ്റ്റാറായിട്ടും ആ ഒരു കണക്റ്റ് സാധാരണക്കാരിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ പാർട്ടി വെറും പാർട്ടിയായി അവശേഷിച്ചു, വെറും ചരിത്രത്തിൽ അവശേഷിച്ചു പോയി. ഇത് വലിയൊരു ഫാക്ടറാണ്. നോർത്ത് ഇന്ത്യയിൽ വലിയൊരു അറ്റംപ്റ്റ് നടത്തിയ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ദേവാനന്ദ്. കേരളത്തിൻ്റെ അവസ്ഥയോ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. കേരളത്തിലെ ആൾക്കാർ ഒരിക്കലും അങ്ങനെ ഹീറോ വർഷിപ്പ് ഉണ്ടെന്നും ആരും വോട്ട് ചെയ്യുമൊന്നുമില്ല. അത് വളരെ വളരെ പണ്ട് തൊട്ടേ കേരളത്തിലെ ആൾക്കാർക്ക് ആ ഒരു നോളജ് ഉണ്ട്. അല്ലെങ്കിൽ സിനിമ കണ്ട് കൈ ഇടിച്ചതിന് ശേഷം വോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രശസ്തനായ കമൽഹാസൻ്റെ ബ്രദർ ചാരുഹാസൻ ഒരു വലിയൊരു ഇൻട്രാക്ഷൻ സെഷനിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് പ്രേം നസീർ നന്നായി അന്നത്തെ സമയത്ത് MGR, NTR അവരുടെ ഈക്വലൻ്റാണ് ഓൾമോസ്റ്റ് പ്രേം നസീറും. പ്രേം നസീർ ഒരിക്കൽ പോലും ഇവിടെ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, പ്രേം നസീർ വലിയ ദീർഘകാലം കോൺഗ്രസിൻ്റെ വലിയ സപ്പോർട്ടറായിരുന്നു. കോൺഗ്രസിന് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ കാര്യത്തിലൊക്കെ MGR പോയ പോലെ തന്നെ പ്രൊമോഷൻസിന് പോയിട്ടുണ്ട്. പക്ഷേ ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചില്ല. ചാരുഹാസൻ പറയുന്നത് അത് കേരളമായതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് സ്കൂളിൽ പോയ വിദ്യാഭ്യാസമുണ്ടെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ആ സമയത്ത് ഏകദേശം 10,000 സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ചാരുഹാസൻ പറയുന്ന വാക്കുകളാണ്. 10,000 സിനിമാ തിയേറ്ററിൽ ഏകദേശം 3000+ തിയേറ്റർ തമിഴ്നാട്ടിൽ മാത്രമാണ്. ആ സമയം ഏകദേശം അത്രയും തന്നെ സ്കൂളുകൾ പോലും തമിഴ്നാട്ടിലില്ല, പക്ഷേ തിയേറ്ററുകൾ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ പോവാതെ സിനിമാ തിയേറ്ററിൽ പോകുന്ന കുട്ടികളും ജനങ്ങളും സിനിമാക്കാരെ അല്ലാതെ പിന്നെ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചാരുഹാസൻ പറഞ്ഞ സംഭവം, ഒരു അനാലിസിസ് ഇവിടെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രേം നസീർ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നിട്ടും NTR, MGRനെ പോലെ വലിയൊരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി ഒരു കൾച്ചർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി സിനിമയിലുള്ളവരെല്ലാം മോശമാണെന്നോ അല്ലെങ്കിൽ സിനിമാക്കാരെ എങ്ങനെയാണ് ഗവേണൻസ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എക്സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. പരാജയപ്പെട്ടവരും സോളിഡായിട്ട് ഇന്ത്യയുടെ വളരെ എക്കാലത്തും പിന്നെയും തുടർന്നു പോകുന്ന ഓർത്തു വയ്ക്കുന്ന ഗവേണൻസ് സിസ്റ്റംസ് ഉണ്ടാക്കിയ ആൾക്കാരെക്കുറിച്ചും സിനിമാക്കാരെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സിനിമാക്കാരനാണോ അല്ലേ എന്നുള്ളതല്ല, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ഫാക്ടർ.